ഈ അടുത്തായിരുന്നു കൊല്ലം സുധിയുടെ ഈ ഓർമ്മ ദിവസം. ആ സമയത്തുണ്ട് ഈ രേണു സുധി നാട്ടിലൊന്നുമില്ലായിരുന്നു, ജോലി ആവശ്യമായിട്ട് വേറെ എവിടെയൊക്കെ നിൽക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ സഹോദരി ഉണ്ട് ഇത് കണക്ക് കല്ലറ എടുത്ത് ചെന്നിട്ടുണ്ട് ഈ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട് ഈ രേണു സുധി ഭയങ്കരമായിട്ട് കരയുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ രേണുവിൻ്റെ ഒരു വീഡിയോ വെളി വന്നിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പാർട്ടി എൻജോയ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. ഇത് കണ്ടതിന് ശേഷം ആൾക്കാരുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് എന്ത് പറ്റി, നീ ഉണ്ടെങ്കിൽ ഇന്നലെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു, ഇന്നായപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നല്ലോ, ഇതേ കണക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമെന്നുള്ള രീതിയിലായിരുന്നു ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്കുണ്ടെങ്കിൽ കൊല്ലം സുധി ചേട്ടൻ പോയത് ഭയങ്കര വിഷമമുണ്ട്, ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എന്ന് വെച്ചുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാ സമയം അത് ഓർത്തുകൊണ്ടിരുന്ന് കരയുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. എൻ്റെ ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ സന്തോഷമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. എനിക്കുണ്ടെങ്കിൽ എൻ്റെ കൊല്ലം സുധി ചേട്ടനെ ഉണ്ടെങ്കിൽ എപ്പോഴും മിസ് ചെയ്യും എന്ന് വെച്ച് ഞാനുണ്ടെങ്കിൽ എപ്പോഴും അത് കരയേണ്ട ആവശ്യമില്ലല്ലോ, അത് എപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്, അതിലൊരു മാറ്റവും ഇല്ല. പക്ഷേ എനിക്ക് കിട്ടുന്ന സമയങ്ങൾ എൻ്റെ ജോലി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമില്ലെന്നാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.